അടുത്തതായിട്ട് പറയാനുള്ളത് സസ്യവർഗീകരണ തലങ്ങൾ, അതായത് ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് പ്ലാന്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനിമൽസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്ലാന്റ്സിന്റെ വർഗീകരണ തലങ്ങൾ പറയാം. നമ്മുടെ മനുഷ്യരേതുപോലെ തന്നെ ആണ് ഇവരെയും കാളിനേഴ്സ് വർഗീകരിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ട് പിക്ചർ കാണാം. ഒന്ന് തെങ്ങും അതേപോലെ തന്നെ മാവിന്റെ പിക്ചറും കാണാം. ഇത് രണ്ടിന്റെയും നെയിമാണ് അല്ലെങ്കിൽ ഇതിന്റെ തലങ്ങൾ, വർഗീകരിച്ച തലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തെങ്ങിന്റെ കേസിൽ ആദ്യം നോക്കുകയാണെങ്കിൽ കിങ്ഡം, ഫൈലെ, ക്ലാസ്, സീരീസ്, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതില് പ്ലാന്റ്സിന്റെയും അതേപോലെ ആനിമൽസിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാല് കിങ്ഡം, ഫൈലം, ക്ലാസ്, സീരീസ് എന്നുള്ളിടത്ത് അനിമൽസിന്റെ കേസിൽ അത് ഓർഡർ ആയിരുന്നു. അതേപോലെ പ്ലാന്റ്സിന്റെ കേസിൽ എന്താണ് സീരീസ് എന്ന ഭാഗമായിട്ടാണ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ഒരു ഡിഫറൻസിയേഷൻ. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. അതായത് പ്ലാന്റ്സിന്റെ സൈഡിൽ വരുമ്പോൾ ഓർഡറിന് പകരം സീരീസും, അതേപോലെ അനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾ, ജന്തു ജീവജാലങ്ങളിൽ വരുമ്പോൾ അത് ഓർഡറുമായിട്ടാണ് വരുന്നത്. നമുക്ക് തെങ്ങിന്റെ നോക്കാം. തെങ്ങിന്റെ കിങ്ഡം, പ്ലാന്റ്, അതായത് പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സസ്യജാലങ്ങളും ഉൾപ്പെടുന്നതാണ്. അത് പ്ലാന്റ് സസ്യങ്ങൾ. ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ, അതിൽ ക്ലാസ് വരുന്നത് മോണോ കോട്ടിലിഡാണ്. അതേപോലെ സീരീസ് വരുന്നത് കാലിസിനെ, ഫാമിലി അരിക്കേഷിയെ, ജീനസ് കോക്കോസ്, സ്പീഷീസ് എന്ന് പറയുന്നത് ലൂസിഫറ. അപ്പൊ തെങ്ങിന്റെ സയന്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമം എന്തായിരിക്കും? വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് കോക്കനട്ട്? ദാറ്റ്സ് കോൾഡ് കോക്കോസ് ന്യൂസിഫറ. എങ്ങനെയാണ് നമ്മൾ സയന്റിഫിക് നെയിം കണ്ടുപിടിക്കുക? നമുക്കറിയാം, ജീനസും അതേപോലെ സ്പീഷീസും ഒരുമിച്ച് പറഞ്ഞാൽ മതി അല്ലെ? ജീനസ് ആദ്യവും അതേപോലെ സ്പീഷീസ് രണ്ടാമതും പറയണം. അപ്പോഴാണ് കോക്കോസ് ന്യൂസിഫറ എന്ന് വരിക. അതേപോലെ തന്നെയാണ് നമ്മുടെ മാംഗോ ട്രീയുടെ കേസ് പറയുകയാണെങ്കിൽ, അഥവാ മാവിന്റെ കേസ് പറയുകയാണെങ്കിൽ, അതിന്റെ കിങ്ഡം എന്ന് പറയുന്നത് പ്ലാന്റിയാണ്. എന്താണ് കിങ്ഡം പ്ലാന്റി വരാനുള്ള കാരണം? നമുക്ക് അറിയാം, മാവ് എന്ന് പറയുന്നത് ഒരു സസ്യമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റിലാണ് ഉൾപ്പെടുക. എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുന്നതാണ് പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ് വരും, അതേപോലെ ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ വരും, അതേപോലെ ക്ലാസ് ഡൈക്കോട്ടിലിഡനെ വരും, സീരീസ് സാപ്പിനിഡെയിൽസ്, ഫാമിലി അനാകാർഡിയേഷ്യ, ജീനസ് മാഞ്ചിഫെറ, അതേപോലെ സ്പീഷീസ് ഇൻഡിക്ക. അപ്പൊ എന്തായിരിക്കും മാവിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം? വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ ട്രീ? മാഞ്ചിഫെറ ഇൻഡിക്ക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീനസ് ഫസ്റ്റും അതേപോലെ സ്പീഷീസ് സെക്കൻഡും എഴുതിയിട്ടാണ് നമ്മൾ അങ്ങനെ സയന്റിഫിക് നെയിം വായിക്കുക അല്ലെ? മാഞ്ചിഫെറ ഇൻഡിക്ക. അടുത്തത് പറയാൻ പോകുന്നത് പാഡി അഥവാ നെല്ലിനെ കുറിച്ചാണ്. ഇതിൽ പറയുന്നത് കിങ്ഡം, ഫൈലം, ക്ലാസ്, സീരീസ്, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഈ ഓർഡറിൽ തന്നെയാണ്. എന്താ പറയാൻ കാരണം പ്ലാന്റ്സിന്റെ കേസിലെല്ലാം ഇതേപോലെ തന്നെ പറയാം. അനിമൽസിന്റെ കേസിലാണ് ഡിഫറൻസ് ഉള്ളത്. ഇതിൽ കിങ്ഡം പ്ലാന്റ് ആയിട്ടാണ് വരിക. അതേപോലെ ഫൈലം എന്ന് പറയുന്നത് ആൻജിയോസ്പെർമോഫൈറ്റ, അതേപോലെ ക്ലാസ് മോണോകോട്ടിലിഡനെ, സീരീസ് സൈപ്രൈൽസ്, ഫാമിലി പൊയേഷ്യ, ജീനസ് ഒറൈസ, സ്പീഷീസ് സെറ്റീവ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ നെല്ലിന്റെ ശാസ്ത്രീയ നാമം? വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് പാഡി? ഒറൈസ സെറ്റീവ. ഒറൈസ സെറ്റീവ എന്നായിരിക്കും പാഡിയുടെ ശാസ്ത്രീയ നാമം. എങ്ങനെയാണ് ശാസ്ത്രീയ നാമം കണ്ടെത്തുന്നത്? ആദ്യം ജീനസും പിന്നീട് സ്പീഷീസും. ഇത്രയാണ് സസ്യ വർഗീകരണ തലങ്ങളിൽ പറയാനുള്ളത്.